പാലക്കാട് അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിനെ ഇളക്കിമറിച്ച് ബി.ജെ.പിയുടെ ആഹ്ലാദ പ്രകടനം. 38 വർഷം CPM ഭരിച്ച പഞ്ചായത്താണ് ചരിത്രത്തിലാദ്യമായി ബി.ജെ.പി പിടിച്ചെടുത്തത്. മാറാത്തത് മാറിയെന്നും എന്താണ് വികസനമെന്ന് അകത്തേത്തറയിലെ ജനങ്ങൾക്ക് തങ്ങൾ കാണിച്ചു കൊടുക്കുമെന്നും വിജയിച്ച ബി.ജെ.പി സ്ഥാനാർത്ഥികൾ പറഞ്ഞു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ ഈ ആവേശത്തിനൊക്കെ കാരണക്കാരനായ അല്ലെങ്കിൽ ഇവരൊക്കെ ഇത്രയും ആഘോഷം പ്രകടിപ്പിക്കുന്നതിന് കാരണക്കാരനായ ജില്ലാ പ്രസിഡന്റ് കൂടെ ചേരുന്നുണ്ട്. വലിയ ആഘോഷമാണ്. അകത്തേത്തറ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 38 വർഷത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണത്തിനോട് അവസാനമായിരിക്കുകയാണ്. ഇനി ഈ അകത്തേത്തറ പഞ്ചായത്തിലെ വിജയത്തിന്റെ ഇതൊരു തുടക്കം മാത്രമാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ഈ പഞ്ചായത്തിൽ നടത്താൻ പോകുന്ന വികസന പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിന് മുഴുവൻ മാതൃകയാവുന്ന രീതിയിൽ അകത്തേത്തറ പഞ്ചായത്ത് ഭരണം മാറ്റിയെടുക്കും. ഇത് സംഘപരിവാറിന്റെ ശക്തി കേന്ദ്രമാണ് അകത്തേത്തറ എന്നുള്ളത് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ CPMന്റെ അഴിമതി ഭരണത്തെ, ദുർഭരണത്തെ അകത്തേത്തറ നിവാസികൾ തൂത്തെറിഞ്ഞിരിക്കുകയാണ്. ഈ വിജയം ഇവിടുത്തെ സാധാരണ പ്രവർത്തകര്, നിരവധിയായ ബലിദാനികൾ, നമുക്കറിയാം കണ്ണൂർ ജില്ല കഴിഞ്ഞാൽ പാലക്കാട് ഏറ്റവും അധികം ബലിദാനികളുടെ മണ്ണാണ് മലമ്പുഴ എന്ന് പറയുന്നത്. ഇവിടെ പാലക്കാട് ഭാസ്കരേട്ടൻ, മണിയേട്ടൻ തുടങ്ങി രാധാകൃഷ്ണേട്ടൻ, വിമല ചേച്ചി തുടങ്ങി നിരവധിയായ ബലിദാനികളാണ് ഞങ്ങൾക്ക് ഈ മലമ്പുഴയുടെ മണ്ണിലുള്ളത്. അതുകൊണ്ട് ആ ബലിദാനികൾക്ക് മുന്നിൽ ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മുന്നേ പ്രവർത്തിച്ചവർ, അവർ ചിന്തിയ രക്തം, അവരൊഴുക്കിയ വിയർപ്പ്, അവരുടെ പ്രയത്നം, അതിനുള്ള ഫലമായിട്ടാണ് ഈ വിജയത്തെ ഞങ്ങൾ കാണുന്നത്. ആ ബലിദാനികൾ ഞങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും വരാനിരിക്കുന്ന വർഷങ്ങളിൽ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണസമിതി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും വലിയ ആവേശം. നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇങ്ങനെ നൃത്ത ചുവടുകളും മറ്റുമൊക്കെ ആയിട്ട് ഈ വിജയത്തെ വലിയ ആവേശമാക്കി, ആഘോഷമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്ത്രീകളുടെയൊക്കെ അത്രത്തോളം നൃത്ത ചുവടുകളും മറ്റും വെക്കുന്ന കാഴ്ച.